ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കാര എന്ന തമിഴ് മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പലരും ലൈക്ക് ചെയ്യാൻ വിട്ടുപോകുന്നുണ്ട്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കാര എന്ന് വിളിക്കുന്ന കാരസ്വാമി എന്ന് പറയുന്ന നമ്മുടെ നായകനും അവന്റെ കൂട്ടുകാരൻ മുരുകേശനും ചേർന്നിട്ട് ഒരു MLA വീട് കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നതാണ്. 1990-ലാണ് ഈ കഥ നടക്കുന്നത്. ലോക്കിനുള്ളിലേക്ക് വെടിമരുന്ന് നിറച്ച ശേഷം അതിൽ തീ കൊളുത്തി പൂട്ടുപൊട്ടിക്കുന്ന രീതിയായിരുന്നു കാരയുടേത്. അങ്ങനെ പൂട്ടുപൊളിച്ച് അകത്ത് കയറി അവരാകട്ടെ സ്വർണവും പണവും എല്ലാം തന്നെ മോഷ്ടിച്ചു. മുരുകേശന്റെ പങ്ക് അവന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. ഇനി മുതൽ നീ ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. താൻ ഈ കാശും കൊണ്ട് താൻ സ്നേഹിക്കുന്ന സെല്ലിയെ വിവാഹം കഴിച്ച് എവിടെയെങ്കിലും പോയി ജീവിക്കാൻ പോവുകയാണെന്നാണ് കാര പറയുന്നത്. പക്ഷെ അവർ സ്വർണവും പണവുമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് മുന്നേ MLA ആൾക്കാർ അവിടേക്ക് തിരിച്ചെത്തി. പൂട്ടുപൊളിഞ്ഞ് കിടക്കുന്ന കണ്ടിട്ട് അവർ അകത്തേക്ക് കയറാൻ ശ്രമിച്ചു. പെട്ടെന്ന് അകത്തു നിന്നും കാര വാതിലിന്റെ കുറ്റിയിട്ടു. അതിനുശേഷം മുകളിലുണ്ടായിരുന്ന ഒരു ചെറിയ ഹോള് വഴി മുരുകേശനെ മുകളിലേക്ക് കയറ്റിവിട്ടു. മുരുകേശൻ കൈകൊടുത്തെങ്കിൽ മാത്രമേ കാരയ്ക്കും കയറി പോകാൻ പറ്റൂ. പണവും സ്വർണവും മുരുകേശന് ആദ്യം കാര എറിഞ്ഞു കൊടുത്തെങ്കിലും അതെല്ലാം താഴേക്ക് വീണു. കാര വീണ്ടും അതെല്ലാം എടുക്കുന്നതിനിടയിൽ മുരുകേശൻ രക്ഷപ്പെട്ടു പോയി. അവന്റെ സഹായമില്ലാതെ കാരയ്ക്ക് ഒറ്റയ്ക്ക് രക്ഷപ്പെടാനും പറ്റിയില്ല. അപ്പോഴേക്ക് MLA ആൾക്കാർ വാതിൽ പൊളിച്ച് അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അവർ കാരയെ കൈയോടെ പിടികൂടി. പോലീസുകാർ സ്റ്റേഷനിൽ വെച്ച് കാരയെ ക്രൂരമായി മർദ്ദിക്കുന്നു. മുരുകേശൻ പറഞ്ഞിട്ട് കാരയെ പോലീസുകാർ പിടിച്ചതറിഞ്ഞ് സെല്ലി അവിടേക്ക് വരുന്നുണ്ട്. കാര ഒരിക്കലും ഇതൊന്നും ചെയ്യില്ല, അവൻ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട്. എന്നാൽ കാര അവളോട് പറയുന്നുണ്ട്, ഇത്തവണ നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ തെറ്റ് ചെയ്തു എന്ന്. അവൾ ആകെ തകർന്നുപോയി. MLA വീട്ടിൽ കയറി മോഷ്ടിക്കാൻ ശ്രമിച്ച കള്ളനെയാണ് പിടിച്ചിരിക്കുന്നത്. അത്യാവശ്യം പബ്ലിസിറ്റി കിട്ടുന്ന കേസായിരുന്നു. അതുകൊണ്ട് തന്നെ DSP ഭരതനാകട്ടെ ആ കേസ് താൻ നോക്കിക്കൊള്ളാമെന്ന് തന്റെ സീനിയറിനോട് പറയുന്നു. കാര 50 പവനായിരുന്നു മോഷ്ടിക്കാൻ ശ്രമിച്ചത്. എന്നാൽ കേസിന് കുറച്ചുകൂടി ബലം കൂട്ടാൻ വേണ്ടി 100 പവൻ അവൻ മോഷ്ടിക്കാൻ ശ്രമിച്ചുവെന്നും അവനെ താൻ കൈയോടെ പിടിച്ചുവെന്നും കേസ് ഷീറ്റിൽ എഴുതാൻ ഭരതൻ പറയുന്നു. കൂടാതെ അവിടെ ഉണ്ടായിരുന്ന പല മോഷണ കേസുകളും അവന്റെ തലയിൽ അയാൾ കെട്ടിവെച്ചു. അയാളുടെ പേര് പത്രത്തിൽ വരാനും അയാൾക്ക് പ്രശസ്തി കിട്ടാനുമായിരുന്നു കാരയുടെ തലയിൽ കുറേയധികം കേസ് വെച്ച് വലിയൊരു പ്രതിയെ ഞാൻ പിടിച്ചുവെന്ന് പറഞ്ഞ് പത്രത്തിൽ വാർത്ത കൊടുക്കാൻ ഭരതൻ ആഗ്രഹിച്ചത്. എന്നാൽ ഇതെല്ലാം കേട്ട കാരയ്ക്ക് സഹിക്കാനായില്ല. ഈ കേസിൽ അകത്തു പോയി കഴിഞ്ഞാൽ തനിക്കിനി ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ കാരയാകട്ടെ ഭരതനെ അടിച്ചിട്ട ശേഷം അവിടുത്തെ മെയിൻ ഓഫാക്കി പോലീസുകാരുടെ കണ്ണു വെട്ടിച്ച് അവിടെ നിന്നും കടന്നു കളഞ്ഞു. മുൻപ് ലൈൻമാന്റെ ജോലിയായിരുന്നു അവൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവന് ഇലക്ട്രിക്കലായിട്ടുള്ള പല കാര്യങ്ങളും നന്നായിട്ട് അറിയാം. പോലീസുകാർ അവനെ അന്വേഷിച്ചു പോയെങ്കിലും അവൻ ഒരു മരത്തിന്റെ മുകളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അവശനായ അവനാകട്ടെ അന്ന് രാത്രി ഒരു തീരുമാനം എടുത്തു. ഇന്നെ പോലീസുകാർ പിടിച്ചില്ലെങ്കിൽ താൻ ഉറപ്പായിട്ടും ഈ മോഷണമൊക്കെ നിർത്തുമെന്ന്. എന്താണെങ്കിലും അവനെ പോലീസുകാരെ പിടിച്ചില്ല. പിന്നീട് കാണിക്കുന്നത് 6 മാസങ്ങൾക്ക് ശേഷം അവൻ സെല്ലിയെ വിവാഹം കഴിച്ച് മറ്റൊരു നാട്ടിൽ താമസിക്കുന്നതാണ്. അവിടെ മെസ്സ് നടത്തുന്ന ഒരാളുടെ കീഴിൽ അവർ ജോലി ചെയ്യുകയായിരുന്നു. രാവിലെ മുതൽ രാത്രി വരെ ആ മെസ്സിൽ ജോലി ചെയ്ത് 2 പേരും തളർന്നിട്ടുണ്ടായിരുന്നു. അവരുടെ അടുത്ത് ജീവിക്കാൻ വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. താമസിക്കുന്ന വീടാകട്ടെ നന്നായിട്ട് ചോർന്നൊലിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തങ്ങൾ ഒരുപാട് ദുരിതത്തിലാകുമെന്ന് മനസ്സിലാക്കിയ കാരയാകട്ടെ സ്വന്തമായിട്ട് ഒരു മെസ്സ് നടത്താൻ തീരുമാനിക്കുന്നു. എന്നാൽ അതിനുള്ള പണം ഇവരുടെ കയ്യിലില്ല. അടുത്തുള്ള ബാങ്കിൽ പോയി അന്വേഷിച്ചപ്പോൾ ഈട് വെക്കാൻ എന്തെങ്കിലും വേണമെന്നാണ് അവർ പറയുന്നത്. സ്വർണമോ വസ്തുവിന്റെ പേപ്പറോ എന്തെങ്കിലും വേണം. കാര ആലോചിച്ചപ്പോൾ അവന്റെ ഗ്രാമത്തില് അവന്റെ അച്ഛന്റെ പേരില് 8 ഏക്കർ നിലമുണ്ട്. അതിന്റെ പേപ്പർ കിട്ടുകയാണെങ്കിൽ അത് പണയം വെച്ചിട്ട് കുറച്ച് കാശ് ലോൺ എടുക്കാമെന്ന് അവൻ കരുതി. എന്നാൽ അവന്റെ 16-ാമത്തെ വയസ്സില് അച്ഛന്റെ കയ്യിൽ നിന്ന് കാശ് മോഷ്ടിച്ച് അവൻ നാട് വിട്ടതാണ്. അതിനുശേഷം അവൻ അങ്ങോട്ട് പോയിട്ടേയില്ല. അച്ഛൻ നിന്നെ സ്വീകരിക്കുമോ എന്ന് സെല്ലി ചോദിക്കുന്നു. എന്താണെങ്കിലും തൽക്കാലം നാട്ടിലേക്ക് നീയും കൂടെ വന്നോ, പക്ഷെ ഞാൻ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നീ അങ്ങോട്ടേക്ക് വരണ്ട, ലോഡ്ജിൽ തന്നെ ഇരുന്നാ മതി എന്ന് കാര പറയുന്നു. അങ്ങനെ ഒരു ലോഡ്ജ് റൂമില് സെല്ലിയെ ആക്കിയ ശേഷം കാര നാട്ടിലേക്ക് ചെല്ലുന്നു. അച്ഛനെ കാണുന്നതിന് മുമ്പ് തന്റെ മാമനായ കാശിയെ പോയി കാണുന്നുണ്ട്. എന്നാൽ കാശിയാകട്ടെ കാരയെ വഴക്ക് പറയുന്നു. നീ എന്തിനാ ഇവിടേക്ക് തിരിച്ചു വന്നതെന്ന് ചോദിച്ച്. നിന്റെ അച്ഛനെ ചതിച്ചിട്ട് നീ പോയതല്ലേ. തന്റെ മാമൻ തന്നോട് നല്ല ദേഷ്യത്തിലാ. അപ്പൊ അച്ഛനും നല്ല ദേഷ്യത്തിലായിരിക്കുന്നു കരുതിയിട്ട് കാര അവിടെ നിന്ന് തിരിച്ചു പോകാൻ വേണ്ടി ബസ് കയറാൻ തുടങ്ങിയതാ. പക്ഷെ അവന്റെ അച്ഛൻ ആ സമയം ആ ബസ്സിൽ തന്നെ വന്നിറങ്ങുന്നുണ്ട്. കാരയെ കണ്ടതും അയാൾ അവനെ കെട്ടിപ്പിടിക്കുന്നു. അയാൾക്ക് അവനോട് വലിയ ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ 16-ാമത്തെ വയസ്സിൽ ഇവിടെ നിന്നും പോയ ശേഷം അയാൾ അവനെ കുറെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അവൻ തിരിച്ചു വന്നതുകൊണ്ട് അയാൾ അവനോട് ദേഷ്യമൊന്നും കാണിച്ചില്ല. അയാൾ നല്ല സന്തോഷത്തിലായിരുന്നു. വീട്ടിലെത്തി കാര തന്റെ അമ്മയും കാണുന്നു. അന്നത്തെ രാത്രി അവൻ വീട്ടിൽ തന്നെ നിന്നു. ഡ്രസ്സൊന്നും കൊണ്ടുവരാത്തത് കാരണം അവന്റെ അച്ഛനാണ് അവന് ഡ്രസ്സെല്ലാം വാങ്ങിക്കൊടുത്തത്. പിറ്റേന്ന് അവരുടെ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് അവൻ അച്ഛന്റെ കൂടെ പോകുന്നുണ്ട്. എന്നാൽ ആ സമയത്താണ് അവൻ അച്ഛനിൽ നിന്ന് ഒരു കാര്യം അറിയുന്നത്. അവന്റെ അച്ഛനുൾപ്പെടെ ഒരുപാട് ആൾക്കാര് ട്രാക്ടർ വാങ്ങാൻ വേണ്ടിയിട്ട് ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഈ സ്ഥലത്തിന്റെ ആധാരം വെച്ചിട്ടാണ് അവർ ട്രാക്ടർ വാങ്ങിയത്. എന്നാൽ ഡീസലിന്റെ ഒക്കെ വില കൂടിയതും കൃഷിയിലുണ്ടായ നാശനഷ്ടമൊക്കെ കാരണം ഇവർക്ക് ട്രാക്ടർ ഒന്നും മര്യാദയ്ക്ക് ഓടിക്കാൻ പറ്റിയില്ല. പലിശ പോലും തിരിച്ചടച്ചിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും ഇവർ ട്രാക്ടർ എടുത്ത സമയത്ത് ആ ബാങ്കിലെ ആൾക്കാര് മാസം ഇത്ര രൂപ പലിശ അടയ്ക്കണമെന്നൊന്നും തന്നെ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവരുടെ അറിവില്ലായ്മയെ അവർ ചൂഷണം ചെയ്യുകയായിരുന്നു. പണം തിരിച്ചടച്ചില്ലെങ്കിൽ ഈ സ്ഥലം തന്നെ പോകുന്ന അവസ്ഥയിലാണ്. കാരണം സ്ഥലത്തിന്റെ പേപ്പറെല്ലാം ബാങ്കിൽ പണയം വെച്ചിരിക്കുകയാണ്. ഇത് കേട്ടതും കാര ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. കാരണം അവൻ ഇവിടേക്ക് വന്നതേ ഈ സ്ഥലത്തിന്റെ പേപ്പർ ബാങ്കിൽ പണയം വെച്ച് കുറച്ച് കാശ് എങ്ങനെങ്കിലും എടുക്കാനാണ്. അത് ഓൾറെഡി ഇപ്പൊ പണയത്തിലാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് അവൻ ആലോചിക്കുന്നു. അവന്റെ അച്ഛനുൾപ്പെടെ ഒരുപാട് പേര് ബാങ്കിന്റെ ഈ ഒരു കെണിയിൽ പെട്ടിരിക്കുകയാണ്. അവരുടെ എല്ലാവരുടെയും സ്ഥലം ബാങ്ക് ജപ്തി ചെയ്യുന്നൊരു അവസ്ഥയിലായിരുന്നു. എന്താണെങ്കിലും
അപ്പോഴെങ്കിലും കാര തിരിച്ച് ലോഡ്ജിലെത്തി സെല്ലിയോട് കാര്യങ്ങൾ പറയുന്നു. ഓൾറെഡി ലോണും ജപ്തിയിലും ഒക്കെ നിൽക്കുന്ന നിന്റെ അച്ഛന്റെ അടുത്ത് ഇനി എങ്ങനെ കാശ് ചോദിക്കുമെന്ന് സെല്ലി ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും വഴിയുണ്ടാക്കാമെന്ന് കരുതിയിട്ട് കാര തിരിച്ച് വീണ്ടും അച്ഛന്റെ അടുത്തേക്ക് വരുന്നു. വരുന്ന വഴിക്ക് അവന്റെ അടുത്ത് പോയി അന്വേഷിക്കുന്നുണ്ട് ബാങ്കിൽ പണയം വെച്ചിരിക്കുന്ന സ്ഥലം വിൽക്കാൻ പറ്റുമോ എന്ന്. അങ്ങനെ വിൽക്കാൻ പറ്റുമെന്ന് അവന് മനസ്സിലായി. ബാങ്കിലെ ലോൺ അടച്ച ശേഷം ബാക്കിയുള്ള കാശ് ഇവർക്ക് കിട്ടും. അവൻ തന്റെ അച്ഛനോട് ഈ സ്ഥലം വിൽക്കുന്നതിനെ പറ്റി സംസാരിക്കുന്നു. ബാങ്കിലെ ലോണും അടച്ചിട്ട് ബാക്കി കാശ് അച്ഛനെടുത്തു. പക്ഷെ അതിൽ നിന്നൊരു 2 ലക്ഷം രൂപ മാത്രം എനിക്ക് തന്നാ മതി, തനിക്കൊരു ബിസിനസ് തുടങ്ങാനാണെന്ന് പറയുന്നു. എന്നാൽ അയാൾ പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല എന്ന്. എനിക്ക് ഈ സ്ഥലം വിൽക്കാൻ പറ്റില്ല, പൂർവികരായിട്ട് കൈമറിഞ്ഞു കിട്ടിയ സ്ഥലമാണ്, അത് വിട്ടുകളഞ്ഞാൽ എനിക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. അച്ഛൻ എതിർത്തതോടുകൂടി കാര്യക്ക് ദേഷ്യം വരുന്നു. എന്നാൽ 2 ദിവസത്തിനകം വെച്ചിട്ട് അയാൾക്ക് ബാങ്കിൽ നിന്ന് ഒരു പേപ്പർ വരുന്നുണ്ട്. ട്രാക്ടർ എടുത്തതിന്റെ ലോണൊന്നും തിരിച്ചടയ്ക്കാത്തത് കാരണം ഈ സ്ഥലം ബാങ്ക് ജപ്തി ചെയ്യാൻ പോവുകയാണെന്ന്. ഇതിപ്പോൾ അയാൾക്ക് സ്ഥലം കിട്ടില്ല, കാരയ്ക്ക് സ്ഥലം കിട്ടില്ല, ബാങ്ക് എല്ലാം കൊണ്ടുപോകും. ദേഷ്യം വന്ന കാര അവിടെ നിന്നും തിരിച്ച് ലോഡ്ജിലേക്ക് പോകുന്നു. നീ വീണ്ടും എന്നെ ഇട്ടിട്ട് പോവുകയാണോന്ന് ചോദിച്ചിട്ട് അവന്റെ അച്ഛൻ പിന്നാലെ വരുന്നുണ്ട്. എന്നാൽ അവൻ കൂടുതലൊന്നും മിണ്ടാതെ നേരെ ലോഡ്ജിലെത്തി. പക്ഷെ പിറ്റേന്ന് രാവിലെ അവൻ സെല്ലിയും കൂട്ടി വീണ്ടും വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. സെല്ലി അവൻ വിവാഹം കഴിച്ച കാര്യം അവന്റെ അച്ഛനും അമ്മയ്ക്കും അറിയില്ലായിരുന്നു. അവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അവളെയും കൂട്ടി വന്നത്. എന്നാൽ വരുന്ന വഴിക്ക് അവൻ മുരുകേശനെ കാണുന്നു. കുറെ നാളു മുമ്പ് ഇവൻ ചതിച്ചത് കാരണമാണല്ലോ ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ മുരുകേശൻ എല്ലാത്തിനും അവനോട് സോറി പറയുന്നു. അന്നത്തെ പേടിയിൽ അറിയാതെ ചെയ്തു പോയതാണെന്ന് പറയുന്നു. തൽക്കാലം കാര അവനോട് ക്ഷമിച്ചു. വീട്ടിലെത്തി അവൻ സെല്ലിയെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അച്ഛനകത്തുണ്ട്, അച്ഛനെയും പോയി കാണുന്നു പറഞ്ഞിട്ട് അവർ രണ്ടുപേരെയും അകത്തേക്ക് പറഞ്ഞു വിട്ടു. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ അവരുടെ അച്ഛൻ ഉറങ്ങുകയാണെന്നാണ് അവർ ആദ്യം കരുതിയത്. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് അയാൾ മരിച്ചു കിടക്കുകയാണെന്ന്. കാരയ്ക്ക് അത് വലിയൊരു ഷോക്കായിരുന്നു. നാട്ടുകാരെല്ലാം ഓടിക്കൂടി. പക്ഷെ ഇപ്പോഴുള്ള പ്രശ്നം കാരയുടെ അച്ഛനെ അടക്കാൻ അവർക്ക് സ്ഥലമില്ല. ജപ്തി ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് അടക്കം ചെയ്യാൻ ബാങ്ക് സമ്മതിക്കില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ കാര ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ആ സ്ഥലത്ത് തന്നെ അയാളെ അടക്കം ചെയ്യണമെന്ന് അവരുടെ അമ്മയും വാശി പിടിക്കുന്നു. സ്ഥലം എങ്ങനെയെങ്കിലും തിരിച്ചെടുത്തെങ്കിലേ പറ്റൂ. അതിന് ബാങ്കിൽ കാശടയ്ക്കണം. കാശുണ്ടാക്കുന്ന ടൈം വരെ അച്ഛന്റെ ബോഡി എങ്ങനെയെങ്കിലും മോർച്ചറിയിൽ വയ്ക്കണം. എന്നാൽ അതിനും ഇവരുടെ കയ്യിൽ കാശില്ല. അപ്പോൾ മുരുകേശൻ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അനാഥശവമായിട്ട് എവിടെ നിന്നെങ്കിലും ഒരു ശവം കിട്ടുകയാണെങ്കിൽ ഈ ഹോസ്പിറ്റലുകാർ അത് എടുത്തുകൊണ്ടുപോയി കുറച്ച് ദിവസത്തേക്ക് മോർച്ചറിയിൽ വെക്കും. കുറ്റവരാരെങ്കിലും വരുന്നുവെന്ന് കുറച്ചു ദിവസം വെയിറ്റ് ചെയ്യും. അതിനുശേഷം ഇവർ തന്നെ അടക്കം ചെയ്യും. അതുകൊണ്ട് തൽക്കാലം ഇയാളെ ഒരു അനാഥശവമായിട്ട് ഏതെങ്കിലും റോഡിൽ കൊണ്ടുപോയി ഇടാമെന്നാണ് അവൻ ഉപദേശിക്കുന്നത്. വേറെ വഴിയില്ലാത്തത് കാരണം കാര്യം കാശിയും ചേർന്നിട്ട് അവന്റെ അച്ഛന്റെ മൃതദേഹം വഴിയിൽ കൊണ്ട് ഉപേക്ഷിക്കുന്നു. അനാഥശവം കണ്ടെത്തിയ സ്ഥിതിക്ക് തൽക്കാലം ഹോസ്പിറ്റലുകാർ വന്ന് അത് മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി. കുറച്ച് ദിവസത്തിനകം വെച്ചിട്ട് ആരും വന്നില്ലെങ്കിൽ അവർ എരിച്ചു കളയുമെന്നും പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ കാര്യം കാശിയും ദൂരെ നിന്ന് കേൾക്കുന്നു. അതിനുള്ളിൽ ആ സ്ഥലം എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണം. അവിടെ തന്നെ തന്റെ അച്ഛന്റെ ബോഡി അടക്കം ചെയ്യണം. അതായിരുന്നു കാരയുടെ തീരുമാനം. ബാങ്കിലെത്തി സ്ഥലത്തിന്റെ കാര്യത്തെപ്പറ്റി ഇവർ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ആ ബാങ്കിലെ ഹെഡ് ഓഫീസിലെ മാനേജറായ മുത്തുസെൽവൻ ഒന്നിനും സമ്മതിക്കുന്നില്ല. ലോൺ എടുക്കാൻ വന്ന സമയത്ത് അയാൾ എല്ലാവരോടും സ്നേഹത്തോടെ നിന്നതാണ്. പക്ഷേ ലോൺ തിരിച്ചടിക്കുന്നതിന്റെ കാര്യം സംസാരിക്കാൻ വന്നപ്പോൾ അയാൾ എല്ലാവരോടും ദേഷ്യത്തിലായിരുന്നു. കാശിയോട് ഇറങ്ങി പോകാനും പറഞ്ഞു. ഇതെല്ലാം കണ്ട് കാര നല്ല ദേഷ്യത്തിൽ തന്നെ നിൽക്കുകയായിരുന്നു. അവിടുത്തെ എംപ്ലോയീസിനോടെല്ലാം തന്നെ അയാൾ പറയുന്നതും ഇങ്ങനെയാണ്. ഇവിടെ ലോൺ എടുക്കാൻ വരുന്ന ആൾക്കാരോട് ഇത്ര രൂപ പലിശ തിരിച്ചടക്കണമെന്നും മാസാമാസം അടച്ചില്ലെങ്കിൽ അതിന്റെ പ്രശ്നം എന്തൊക്കെയാണെന്നൊന്നും പറയാൻ നിൽക്കരുത്. ലോൺ എടുക്കാൻ വരുമ്പോൾ ലോൺ മര്യാദയ്ക്ക് അങ്ങ് കൊടുത്താൽ മതി. അവരെടുത്ത് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ലോൺ എടുക്കില്ല. അവർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത സമയത്ത് അവരുടെ സ്ഥലം നമുക്ക് ജപ്തി ചെയ്യുകയും ചെയ്യാം. അതാണ് ബാങ്കിന് ലാഭം. പക്ഷെ അത് തെറ്റല്ലേ എന്ന് ഒരു എംപ്ലോയി ചോദിക്കുമ്പോൾ ആ എംപ്ലോയിയെ അവിടെ നിന്ന് പിരിച്ചുവിടുകയാണ് മുത്തുസെൽവൻ ചെയ്യുന്നത്. കുറച്ച് ദിവസത്തിനകം വെച്ച് കാശ് സംഘടിപ്പിച്ച് ലോൺ അടച്ചാൽ മാത്രമേ സ്ഥലത്തിന്റെ പേപ്പർ തിരിച്ചു കിട്ടൂ. അത് കാരണം കാരിക്ക് ഇത്രയും പെട്ടെന്ന് വലിയൊരു തുക ഉണ്ടാക്കാൻ വേറെ മാർഗമൊന്നും കണ്ടില്ല. മോഷ്ടിക്കുക തന്നെയായിരുന്നു അവന്റെ മുന്നിലുള്ള മാർഗം. എന്നാൽ ഇത് കേട്ട് കാശ് ഞെട്ടി. എന്നാൽ കാര പറയുന്നുണ്ട് താൻ ഇതിനു മുമ്പ് മോഷ്ടിച്ചിട്ടുണ്ടെന്ന്. മുരുകേശനും അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവർ 3 പേരും കൂടെ പ്ലാൻ ഇടുന്നത് ഇവരെ ചതിച്ച പഞ്ചവൻ യൂണിയൻ ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിന്റെ ഏതെങ്കിലും ഒരു ശാഖയിൽ നിന്ന് മോഷണം നടത്താനായിരുന്നു. അതിനു മുമ്പ് ആ ബാങ്കിന്റെ പല ബ്രാഞ്ചുകളും ഇവർ സന്ദർശിക്കുന്നുണ്ട്. അവിടുത്തെ ചുറ്റുവട്ടങ്ങളെല്ലാം മനസ്സിലാക്കുന്നു. മോഷണം നടത്താൻ ഇവർക്കൊരു വണ്ടിയുടെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ അവർ ആദ്യം പോയി ഒരു അംബാസഡർ കാർ മോഷ്ടിക്കുന്നുണ്ട്. അതിന്റെ നമ്പർ പ്ലേറ്റ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നു. ഇനി ബാങ്കിനകത്ത് രാത്രിയിൽ പണം എവിടെയാണ് വച്ചിരിക്കുന്നതെന്ന് അറിയണം. അതിനു വേണ്ടിയിട്ട് തൽക്കാലം ഇവർ പകൽ സമയത്ത് വലിയ പണക്കാരെ പോലെ ഒരു ബാങ്കിലേക്ക് കയറി ചെല്ലുകയും ആ ബാങ്കിലെ ആളോട് തങ്ങൾക്ക് ഇവിടെ കുറച്ച് പണം സൂക്ഷിക്കണമെന്ന് പറയുകയും ചെയ്തു. അയാൾ പറയുന്നുണ്ട് അതിനിപ്പോ എന്താ, ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മതി, അതിനുള്ള ഫോം ഇതാണെന്ന്. പക്ഷേ തങ്ങളുടെ പണം ഇവിടെ സേഫ് ആയിട്ട് ഇരിക്കുമോ എന്ന് കാർ അയാളോട് ചോദിക്കുന്നു. കാരണം രാത്രി ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ പൂട്ടിയിട്ട് പോകില്ലേ, ആരെങ്കിലും വന്ന് മോഷ്ടിച്ചോണ്ട് പോയാലോ? എന്നാൽ അങ്ങനെയൊന്നും മോഷ്ടിക്കില്ല, ഇവിടെ കുറെ ലോക്കേഴ്സ് ഉണ്ട്, സേഫ് ആയിട്ട് തന്നെയാണ് പണം ഇരിക്കുന്നതെന്ന് പറയുന്നു. ഇനി ആരെങ്കിലും മോഷ്ടിക്കുകയാണെങ്കിൽ ഇവിടുത്തെ അലാംസ് അടിക്കുകയും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് അപ്പൊ തന്നെ പോലീസുകാർ വരികയും ചെയ്യും. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതോടുകൂടി 2 ദിവസത്തിനകം വെച്ചിട്ട് ആ ബാങ്കിന്റെ മറ്റൊരു ബ്രാഞ്ചിൽ മോഷണം നടത്താൻ കാരയും ഗ്യാങ്ങും തീരുമാനിച്ചു. ഈ ബാങ്കിൽ ഇവര് കണ്ടപ്പോൾ ആ ലോക്കറിന് ജയിലിലെ അഴികളെ പോലുള്ള വാതിലായിരുന്നു. വലിയ ലോക്കറൊന്നും ആയിരുന്നില്ല അത്. മറ്റു ബ്രാഞ്ചുകളിലും ഇതുപോലെ തന്നെ ആയിരിക്കുമെന്ന് അവർ കരുതി. അങ്ങനെ അവർ 2 ദിവസത്തിനകം വെച്ചിട്ട് ഈ ബാങ്കിന്റെ തന്നെ മറ്റൊരു ബ്രാഞ്ചിൽ മോഷണം നടത്താൻ പ്ലാൻ ഇട്ടു. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മുരുകേശനെ പുറത്തു തന്നെ നിർത്തി. കാശിയും കാരയും ചേർന്നിട്ട് അകത്തേക്ക് കയറി. അതിനു മുമ്പ്
അവിടുത്തെ അലാംസിന്റെ വയറുകളെല്ലാം തന്നെ കാര കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അകത്ത് കയറിയപ്പോൾ അവിടെ പണമൊന്നുമില്ല. ലോക്കറിന്റെ രീതി മാറിയിരിക്കുന്നു. അത്തരം ലോക്കർ കാര ഇതിനു മുമ്പ് തുറന്നിട്ടില്ല. അവൻ തുറക്കാൻ പല രീതിയിലും ട്രൈ ചെയ്ത് നോക്കി, ഒരുപാട് അടിച്ചൊക്കെ നോക്കി. ഒരു രീതിയിലും അത് പൊളിയുന്നുണ്ടായിരുന്നില്ല. സൗണ്ട് അധികം കേൾക്കാൻ തുടങ്ങിയതോടുകൂടി കാശി പറയുന്നുണ്ട്, ഇനിയും സൗണ്ട് പുറത്തേക്ക് കേട്ട ആൾക്കാർ കൂടുമെന്ന്. അവരുടെ ആദ്യത്തെ മോഷണം പാളിപ്പോയി. കാശൊന്നും തന്നെ അവർക്ക് കിട്ടിയില്ല. എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു അവർ. പിറ്റേന്ന് രാവിലെ അവർ വീണ്ടും പ്ലാൻ ഇടുന്നു. ആ ബാങ്കിൽ ഇവർ 2 ദിവസം മുമ്പ് പോയപ്പോൾ ബാങ്കുകാർ അവർക്കൊരു ഡയറി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഡയറിയിൽ ഈ ബാങ്കിന്റെ പല ബ്രാഞ്ചുകളുടെയും പേരുണ്ട്. രാത്രിയിലായതുകൊണ്ടല്ലേ ഇവർ പണമെല്ലാം തന്നെ ലോക്കറിനകത്ത് വെക്കുന്നത്. പകൽ സമയത്ത് മോഷ്ടിക്കാൻ കയറി ചെന്നാൽ ഉറപ്പായിട്ടും കൗണ്ടറിലെല്ലാം തന്നെ കാശുണ്ടാവും. അത് നമുക്ക് എടുക്കുകയും ചെയ്യാം. പക്ഷെ പകൽ എങ്ങനെ മോഷണം നടത്തുമെന്ന് അവർ ചിന്തിക്കുന്നു. കാരണം അടുത്തുള്ള ആൾക്കാർ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും, ആൾ ഓടിക്കൂടും. അപ്പോഴാണ് അവരൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ ബ്രാഞ്ചിനടുത്തുള്ള കടയില് ഉച്ചയാകുമ്പോൾ ഒരു TV പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് അടുത്തുള്ള കടയിലെ ആൾക്കാരെല്ലാം തന്നെ കടയടച്ചിട്ട് ഒരു കടയിൽ ഒത്തുകൂടും. ആ പ്രോഗ്രാം കഴിയുന്നിടം വരെ ആരും അവിടെ ഒന്നും അനങ്ങത്തില്ല. ബാങ്കിന്റെ ഏരിയ മുഴുവൻ ആൾ ഒഴിഞ്ഞു കിടക്കും. ആ സമയം മുതലെടുത്ത് അവിടെ മോഷണം നടത്തണം. അതായിരുന്നു കാരയുടെയും സംഘത്തിന്റെയും പ്ലാൻ. പക്ഷെ ബാങ്കിലെത്തി ബാങ്ക് ജീവനക്കാരെ ഭീഷണിപ്പെടുത്താൻ ഇവരുടെ കയ്യിൽ തോക്കിന്റെ ആവശ്യമുണ്ട്. അങ്ങനൊരാളെ കണ്ടെത്തി അവർ അയാളുടെ കയ്യിൽ നിന്ന് തോക്കുകൂടി വാങ്ങുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാരുടെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെറിയ തോട്ടകൾ ഇവർ വാങ്ങുന്നുണ്ട്. ആരെങ്കിലും പിടിക്കാൻ വരികയാണെങ്കിൽ അതറിഞ്ഞിട്ട് രക്ഷപ്പെടാനായിരുന്നു അവരുടെ പ്ലാൻ. അങ്ങനെ പിറ്റേന്ന് പ്ലാൻ ചെയ്ത പ്രകാരം അവർ ഉച്ചയായപ്പോൾ ബാങ്കിന്റെ അടുത്തെത്തി. അടുത്തുള്ള കടയിൽ TV ഓണാക്കിയതോടുകൂടി എല്ലാരും കടയൊക്കെ അടിച്ചിട്ട് ആ പ്രോഗ്രാം കാണാൻ അവിടെ പോയി. ബാങ്കിന്റെ ഏരിയയിൽ പ്രതീക്ഷ പോലെ ആരും ഉണ്ടായിരുന്നില്ല. മുഖം മറിച്ചുകൊണ്ട് കാരയും കാശിയും ഉള്ളിലേക്ക് കയറി തോക്ക് കാണിച്ച് പേടിപ്പിച്ച് എല്ലാവരെയും ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി. ബാങ്ക് ജീവനക്കാരുടെ കൈയെല്ലാം തന്നെ ബാക്കിൽ ഇവർ കൂട്ടിക്കെട്ടുകയും വായിൽ തുണി തരികയും ചെയ്തു. അവിടുത്തെ മാനേജറിനെ ഭീഷണിപ്പെടുത്തി അയാളുടെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങി ബാങ്കിൽ നിന്നും അവർക്ക് വേണ്ടുന്ന കാശ് അവർ എടുത്തു. 3 ലക്ഷം രൂപയായിരുന്നു ലോൺ തിരിച്ചടയ്ക്കാൻ അവർക്ക് വേണ്ടിയിരുന്നത്. ആ 3 ലക്ഷം രൂപ മാത്രമേ അവർ എടുത്തുള്ളൂ. അന്നത്തെ കാലത്ത് 3 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തെ 30 ലക്ഷത്തിന്റെ വാല്യൂ ഉണ്ടായിരുന്നു. മുരുകേശിനെ പുറത്തു തന്നെ അവർ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും അവിടേക്ക് വരികയാണെങ്കിൽ വിസിലടിക്കണമെന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ഒരു പോലീസുകാരൻ ബാങ്കിന്റെ ഫ്രണ്ടിലേക്ക് വന്നതും മുരുകേശൻ വിസിലടിക്കുന്നു. അപകടമണത്ത കാരയാകട്ടെ പെട്ടെന്ന് തന്നെ ബാങ്ക് ജീവനക്കാരെ എല്ലാം തന്നെ ഒരു റൂമിലേക്ക് കയറ്റിയിട്ട് പൂട്ടി. എന്നിട്ട് ഒരു ബാങ്ക് ജീവനക്കാരനെ പോലെ തന്നെ ഷർട്ടൊക്കെ ഇൻസേർട്ട് ചെയ്ത് അവിടെ തന്നെ ഇരിക്കുന്നു. ബാങ്കിൽ നിന്ന് കാശെടുക്കാൻ വന്ന ആളെ പോലെ കാശി അവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ അകത്തേക്ക് കയറിയ പോലീസുകാരൻ കാരയോട് ചോദിക്കുന്നുണ്ട് ബാക്കി ജീവനക്കാരൊക്കെ എവിടെയെന്ന്. ഇവിടുത്തെ മാനേജറിന്റെ മോളുടെ കല്യാണമാ, എല്ലാവരും അവിടേക്ക് പോയെന്നും സെക്യൂരിറ്റി ചായ കുടിക്കാൻ പുറത്തേക്ക് പോയെന്നും പറയുന്നു. താൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വന്നതാ, എത്രയും പെട്ടെന്ന് വേണം, നാളെ കഴിഞ്ഞു കഴിഞ്ഞാൽ താൻ ഈ ടൗണിൽ നിന്ന് പോകുമെന്ന് അയാൾ പറയുന്നു. കാരയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഇവിടെ വന്ന സമയത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന്റെ ഫോം കണ്ടത് അവൻ ഓർമ്മയുണ്ട്. ആ ഫോം തപ്പിയെടുത്ത് അവൻ അയാൾക്ക് കൊടുത്തിട്ട് ഇത് ഫില്ല് ചെയ്യാൻ പറയുന്നു. കാശിയാകട്ടെ അവിടെ പേടിച്ചു വരച്ച് നിൽക്കുകയായിരുന്നു. കാശിയുടെ അടുത്ത് നിന്ന് പെന്നും വാങ്ങി പോലീസുകാരൻ ഫോം ഫില്ല് ചെയ്ത് കാരിക്ക് കൊടുക്കുന്നുണ്ട്. സെക്യൂരിറ്റിക്കാരൻ ഇതുവരെ വന്നില്ലല്ലോ, അയാളോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോരുതെന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് ആ പോലീസുകാരൻ അവിടെ നിന്നും പോയി. തലനാരഴിക്ക് എന്തായാലും കാരയും കാശിയും രക്ഷപ്പെട്ടു. പണവും എടുത്ത് അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പുറത്തേക്ക് കടന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് ബാങ്കിൽ മോഷണം നടന്ന വിവരം പോലീസ് അറിയുകയും അവിടേക്ക് വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ പോലീസുകാർ വന്ന് അവിടെ നിന്ന് മോഷണം പോയ തുകയുടെ കണക്കെടുക്കുന്നതിന് മുമ്പ് മെയിൻ ബ്രാഞ്ചിന്റെ മാനേജറായ മുത്തുസെൽവൻ അവിടെ വന്നിട്ട് ഈ ബാങ്കിലെ മാനേജറോട് പറയുന്നുണ്ട് 3 ലക്ഷം രൂപയിൽ അവൻ കൊണ്ടുപോയത് ഒരു 2 ലക്ഷം ഞാനിങ് എടുക്കുക. പോലീസുകാരുടെ കണ്ണില് അവൻ മോഷ്ടിച്ചത് 5 ലക്ഷമായിട്ട് തന്നെ ഇരിക്കട്ടെ. കാരയുടെ മോഷണത്തിന്റെ മറവില് മുത്തുസെൽവനും ഈ ബാങ്കിൽ നിന്ന് കാശടിച്ചു മാറ്റുകയായിരുന്നു. കാര താൻ മോഷ്ടിച്ച കാശിൽ നിന്നും ഒരു നോട്ടെടുത്ത് താൻ ആരാധിക്കുന്ന ദൈവത്തിന്റെ മുന്നിൽ വെച്ച ശേഷമാണ് അതും കൊണ്ട് പോകുന്നത്. ആദ്യം കാരയും സംഘവും ലോക്കർ തുറക്കാൻ പറ്റാത്തത് കാരണം മോഷണ ശ്രമം നടത്തി പാളിപ്പോയ ഈ ഒരു ബാങ്കിന്റെ മറ്റൊരു ബ്രാഞ്ചില്ലേ, അവിടുത്തെ കേസും ഇപ്പൊ നടന്ന മോഷണ കേസും എല്ലാം തന്നെ അന്വേഷിക്കുന്നത് ഭരതനായിരുന്നു. കാരണം പൂട്ടുപൊളിച്ച രീതി വെച്ചിട്ട് ഇത് മുൻപ് നടന്ന മോഷണവുമായിട്ട് ബന്ധമുണ്ടെന്ന് പോലീസുകാർ മനസ്സിലാക്കി. കേസ് അതുകൊണ്ട് ഭരതന്റെ കയ്യിൽ തന്നെ എത്തി. പൂട്ടുപൊളിച്ച രീതി വെച്ചിട്ട് ഭരതന് ഉറപ്പായിരുന്നു 6 മാസം മുമ്പ് തന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ കാര തന്നെയാണ് ഈ മോഷണവും നടത്തിയിരിക്കുന്നതെന്ന്. അവന്റെ ഒരു രേഖാചിത്രം തയ്യാറാക്കി അയാൾ ബാങ്കിലെ ആൾക്കാരെ കാണിക്കുന്നു. അവരൊന്നും ഫേസ് കണ്ടിട്ടില്ലാത്തത് കാരണം കാരയെ തിരിച്ചറിഞ്ഞില്ല. എല്ലാ ബ്രാഞ്ചിലും അന്വേഷിച്ചപ്പോൾ ഒരാളാകട്ടെ ആ ഫേസ് കണ്ടിട്ട് തിരിച്ചറിഞ്ഞു. കാരണം ഇടയ്ക്ക് കാരയും കാശിയും വന്നിട്ട് ഈ ജീവനക്കാരന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇവിടെ പണമൊക്കെ എവിടെയാണ് സേഫ് ആയിട്ട് വെക്കുന്നത്, നിങ്ങൾ പോയി കഴിഞ്ഞാൽ അതാരെങ്കിലും മോഷ്ടിക്കില്ലേ എന്നൊക്കെ. ആ ജീവനക്കാരനാണല്ലോ ഇവിടെ അലാർത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞത്. അയാൾ കാരയുടെ ചിത്രം കണ്ടതും ഭരതനോട് പറയുന്നുണ്ട് ഇവനെപ്പോൾ ഇരിക്കുന്ന ഒരാൾ വന്ന് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞുവെന്ന്. ആ സമയം കാരയും കാശിയാകട്ടെ മോഷ്ടിച്ച കാശുമായിട്ട് തങ്ങളുടെ ലോൺ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് മെയിൻ ബ്രാഞ്ചിലേക്ക് പോയിരിക്കുകയായിരുന്നു. മെയിൻ ബ്രാഞ്ചിൽ ആ സമയം മുത്തുസെൽവൻ ഉണ്ടായിരുന്നു. മുത്തുസെൽവൻ ഇവരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങി. മോഷ്ടിക്കപ്പെട്ട കാശിന്റെ സീരിയൽ നമ്പറുമായിട്ട് ഇതൊന്ന് ഒത്തുനോക്കിയിട്ട് എന്തായാലും ഇവർ എടുക്കുമായിരുന്നുള്ളൂ. കാരണം ഇത്രയും കാശുമായിട്ട് ഇവർ ലോൺ അടയ്ക്കാൻ പെട്ടെന്ന് ഇവിടേക്ക് വന്നപ്പോൾ ഈ ബാങ്കിലെ ആൾക്കാർക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ സഞ്ചി തുറന്ന് കാശ് കണ്ടതും ആ ജീവനക്കാരന് മനസ്സിലായി ഇത് ഇവിടെ നിന്ന് മോഷ്ടിച്ച കാശല്ല എന്ന്. കാരണം അതെല്ലാം പഴയ നോട്ടായിരുന്നു. ആ സമയം മെയിൻ ബ്രാഞ്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ പോലീസുകാരൻ ഭരതൻ. അയാൾക്ക് ഒരു കോള് വരുന്നു. അടുത്തൊരു തുണിക്കടയിൽ നിന്നും കുറച്ച് കാശ്
കാശും മോഷണം പോയി. പക്ഷെ അതിനു പകരം പുതിയ നോട്ടുകൾ അവിടെ ആരോ വച്ചിരിക്കുന്നുവെന്ന്. അവിടെ പോയി പരിശോധിച്ചപ്പോൾ ഭരതന് മനസ്സിലായി ബാങ്കിൽ നിന്ന് മോഷണം പോയ നോട്ടുകൾ ഇവിടെ വച്ചിട്ട് ഇവിടുത്തെ പഴയ നോട്ടുകൾ കാരയും സംഘവും മോഷ്ടിച്ചതാണെന്ന്. ആ നോട്ടുകളുമായിട്ടായിരുന്നു കാരയും കാശിയും ഇപ്പം ഈ മെയിൻ ബ്രാഞ്ചിലേക്ക് വന്നത്. 3 ലക്ഷം രൂപയാണ് അവരുടെ കയ്യിലുള്ളത്. പക്ഷെ അത്രയും കാശ് മാത്രം പോരാ, വേറെ കുറെ പെനാൽറ്റീസ് കൂടിയുണ്ട്. പിന്നെ പലിശയായിട്ട് കുറച്ചുകൂടി എമൗണ്ട് വരും. എല്ലാം കൂടി ഒരു 4 ലക്ഷത്തിന് മുകളിൽ രൂപ നിങ്ങൾ ഇവിടെ അടയ്ക്കണമെന്ന് അയാൾ പറയുന്നു. എന്നാൽ ഇത് കേട്ടതും കാശി ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. നിങ്ങൾ 3 ലക്ഷം എന്നല്ലേ പറഞ്ഞത്, ഞങ്ങൾ അതുകൊണ്ടല്ലേ അത്രയും കൊണ്ടുവന്നത്. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ മുഴുവൻ തുകയും തരാതെ സ്ഥലത്തിന്റെ പേപ്പർ തരില്ല എന്ന് പറഞ്ഞു തന്നെ നിൽക്കുകയായിരുന്നു അയാൾ. അതേസമയം ആ ബ്രാഞ്ചിലേക്ക് മുത്തുസെൽവനെ കാണാൻ ഭരതനും വന്നിട്ടുണ്ടായിരുന്നു. ഭരതൻ മുത്തുസെൽവനോട് പറയുന്നുണ്ട്, മോഷ്ടാവ് ആദ്യം ഈ ബാങ്കിന്റെ മറ്റൊരു ബ്രാഞ്ചിൽ മോഷണ ശ്രമം നടത്തി, രണ്ടാമത്തെ ബ്രാഞ്ചിൽ നിന്ന് മോഷ്ടിക്കുകയും ചെയ്തു. അവൻ ഈ ബാങ്കിനോടാണ് എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവുക. ഇവിടെ നിന്ന് ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിച്ചതോ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഉറപ്പായിട്ടും മോഷ്ടിക്കുന്നത്. ഈ അടുത്തിടെ നിങ്ങൾ ലോൺ തിരിച്ചടയ്ക്കാത്തതിന്റെ പേരിൽ ആൾക്കാരുടെ സ്ഥലങ്ങളൊക്കെ ജപ്തി ചെയ്യാൻ തുടങ്ങിയിരുന്നില്ലേ? ആ ആൾക്കാരുടെ ലിസ്റ്റ് എല്ലാം തന്നെ ഒന്ന് തരാൻ ഭരതൻ പറയുന്നു. ആ ലിസ്റ്റില് കാര്യം ഉണ്ടോന്ന് ഭരതന് സംശയം ഉണ്ടായിരുന്നു. ഇനി കാരെല്ലാം മോഷ്ടാവെങ്കിൽ ഉറപ്പായിട്ടും ആ ലിസ്റ്റിലുള്ള മറ്റാരെങ്കിലും ആയിരിക്കും ഇവിടെ മോഷണ ശ്രമം നടത്തിയിരിക്കുന്നത്. ആ സമയം ഇവിടെ എപ്പോഴും കാശിയാകട്ടെ ഈ ബാങ്ക് ജീവനക്കാരനോട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സ്ഥലത്തിന്റെ പേപ്പർ തരണമെന്ന് പറഞ്ഞിട്ട്. അകത്ത് മുത്തുസെൽവന്റെ അടുത്ത് ഒരു പോലീസുകാരൻ നിൽക്കുന്നത് കണ്ടതും കാര കാശിയോട് മിണ്ടാതിരിക്കാൻ പറയുന്നു. തൽക്കാലം അടച്ച 3 ലക്ഷത്തിന്റെ റെസിപ്റ്റ് ഇതാ, ബാക്കി കാശുമായിട്ട് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ സ്ഥലത്തിന്റെ പേപ്പർ തന്നാ മതി എന്ന് പറഞ്ഞിട്ട് കാര കാശിയും കൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഭരതൻ ആവശ്യപ്പെട്ട പ്രകാരം മുത്തുസെൽവനാകട്ടെ അടുത്തിടെ ജപ്തി നോട്ടീസ് പോയ ആൾക്കാരുടെ അഡ്രസ് എല്ലാം തന്നെ ഭരതൻ എടുത്തു കൊടുക്കുന്നു. ആ ലിസ്റ്റിലുണ്ടായിരുന്ന അഡ്രസ്സിലേക്ക് ഭരതനും കൂട്ടരും പോയി അന്വേഷണം നടത്തുന്നു. അവരുടെ എല്ലാം വീടുകൾ പരിശോധിക്കുന്നു. എവിടെ നിന്നും മോഷണം പോയ തുക കിട്ടിയില്ല. ആ സമയം ബാങ്കിലടയ്ക്കാനുള്ള ബാക്കി കാശിന് എന്തു ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു കാരയും കൂട്ടരും. പെട്ടെന്ന് അവരുടെ ഡോറിന് ആരോ മുട്ടുന്ന സൗണ്ട് കേൾക്കുന്നു. തുറന്നു നോക്കി അവരുടെ മുന്നിൽ നിൽക്കുന്നതാകട്ടെ മുത്തുസെൽവനും. അയാള് കാരയോട് പറയുന്നുണ്ട്, ബാങ്കിൽ നിന്നും പണം മോഷ്ടിച്ചത് നീയാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന്. കാരണം ബാങ്കിൽ നിന്നും മോഷണം പോയ അത്രയും തുക തന്നെ ഇവർ ലോൺ അടയ്ക്കാൻ കൊണ്ടുവന്നത് മുത്തുസെൽവന് സംശയത്തിന് ഇടയാക്കി. ആ സമയത്ത് ആ ബാങ്കിനോട് ദേഷ്യമുള്ളതും കാരയ്ക്കാണെന്ന് മുത്തുസെൽവന് അറിയാമായിരുന്നു. പക്ഷേ നിന്റെ പേര് ഭരതന് കൊടുത്ത ലിസ്റ്റിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ആ ലിസ്റ്റില് കാരയുടെ അഡ്രസ്സിന് പകരം മറ്റൊരു അഡ്രസ്സാണ് മുത്തുസെൽവൻ മനഃപൂർവ്വം ടൈപ്പ് ചെയ്ത് കൊടുത്തത്. അതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ മുത്തുസെൽവൻ പറയുന്നുണ്ട്, അന്നാ ബാങ്കിൽ നിന്ന് നീ 3 ലക്ഷമല്ലേ എടുത്തുള്ളൂ, ബാക്കി 2 ലക്ഷം എടുത്തത് ഞാനാണ്. ഇനിയും നീ ഇതുപോലെ മോഷ്ടിക്കണം. നമുക്ക് 2 പേർക്കും ഒരുമിച്ച് നിൽക്കാം. മോഷ്ടിക്കുന്നതിന്റെ പാതി തുക നീ എനിക്ക് തന്നാ മതി, ബാക്കി പാതി നീ എടുത്തോ. എന്നാൽ കാര ആദ്യം അതിന് സമ്മതിക്കുന്നില്ല. എന്താണെങ്കിലും നീ ആലോചിച്ചിട്ട് പറഞ്ഞാ മതിയെന്ന് മുത്തുസെൽവൻ പറയുന്നു. അയാൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അന്ന് രാത്രി കാര തന്നെ വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു മുത്തുസെൽവൻ. പക്ഷെ അയാളെ വിളിച്ചതാകട്ടെ ഭരതനായിരുന്നു. ലോൺ ക്ലോസ് ചെയ്യാൻ അടുത്തിടെ ആരെങ്കിലും വന്നിരുന്നുവെന്ന് ഭരതൻ മുത്തുസെൽവനോട് ചോദിക്കുമ്പോൾ അങ്ങനെ ആരും വന്നില്ല എന്ന് മുത്തുസെൽവൻ പറയുന്നു. ബാങ്കിൽ നിന്നുള്ള ലോൺ എടുത്ത ആരെങ്കിലുമാണ് മോഷ്ടിച്ചതെങ്കിൽ ഉറപ്പായിട്ടും അവനെ തിരിച്ചടയ്ക്കാൻ വരേണ്ടതാണ്. എന്തുകൊണ്ടായിരിക്കാം അവൻ താമസിക്കുന്നത്? അവനങ്ങനെ കാശും കയ്യിൽ വെച്ചിരിക്കുന്നത് മണ്ടത്തരമല്ലേ? ഭരതൻ ഇങ്ങനെ പറഞ്ഞതും അറിയാതെ മുത്തുസെൽവൻ പറയുന്നുണ്ട്, ചിലപ്പോ അവന്റെ കയ്യിൽ കാശ് തികയാത്തത് കൊണ്ടായിരിക്കും അവൻ വരാത്തതെന്ന്. അത് കേട്ടതും ഭരതനും പറയുന്നു, ചിലപ്പോ അങ്ങനെയായിരിക്കാം. അവന്റെ കയ്യില് മുഴുവൻ കാശും കിട്ടിയിട്ടുണ്ടാവില്ല. അവൻ ഇനിയും കാശിന്റെ ആവശ്യം കാണും. അങ്ങനെയാണെങ്കിൽ അവൻ ചിലപ്പോൾ ഇനിയും ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ മോഷണം നടത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അന്ന് രാത്രി തന്നെ എല്ലാ ബ്രാഞ്ചിലെ മാനേജേഴ്സ് അതാത് ബ്രാഞ്ചിലേക്ക് രാത്രി പോകാൻ ഭരതൻ പറയുന്നു. എല്ലാവരോടും ആ ബ്രാഞ്ചിലെ അലാംസ് ചെക്ക് ചെയ്ത് നോക്കാൻ പറയുന്നു. എല്ലാ ബ്രാഞ്ചിലെയും അലാറം അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു ബ്രാഞ്ചിലെ അലാറം ആരോ കട്ട് ചെയ്തിട്ടിരിക്കുന്നു. ആ ബ്രാഞ്ചിൽ തന്നെയായിരിക്കും പിറ്റേന്ന് കാരയും കൂട്ടരും മോഷണം നടത്താൻ വരുന്നതെന്ന് ഭരതന് ഉറപ്പായി. അതുകൊണ്ട് ഭരതനും കൂട്ടരും ആ ബ്രാഞ്ചിന്റെ ഫ്രണ്ടിൽ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതൊന്നും അറിയാതെ കാരയും കൂട്ടരും നേരത്തെ മോഷണം നടത്തിയതുപോലെ തന്നെ മുഖമൊക്കെ മൂടി തോക്കെടുത്തുകൊണ്ട് ഈ ഒരു ബ്രാഞ്ചിൽ മോഷണം നടത്താൻ വേണ്ടി വന്നു. മോഷണം നടത്തുന്നതിന് മുൻപേ മുരുകേശനെ ബാങ്കിലേക്ക് പറഞ്ഞുവിടും, എത്ര ആളുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. മോഷണം നടത്താൻ വരുന്നത് ആരാണെങ്കിലും ശരി, അവനെ കൈയോടെ പിടിക്കാൻ വേണ്ടിയിട്ട് ഭരതൻ തന്റെ പോലീസുകാരായിട്ടുള്ള ആൾക്കാരെയാണ് ബാങ്കിൽ തൽക്കാലം ജീവനക്കാരായിട്ട് ഇരുത്തിയിരുന്നത്. ഇതൊന്നും അറിയാതെ ബാങ്കിലെ ആൾക്കാരുടെ എണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് മുരുകേശൻ അവിടേക്ക് എത്തി. ഒരു ചെലാൻ വാങ്ങാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് ചെലാനും എടുത്തുകൊണ്ട് അവിടെയുള്ള ആൾക്കാരെല്ലാം നോക്കിയ ശേഷം മുരുകേശൻ പോയി കാരയോട് പറയുന്നുണ്ട്, 8 പേരോളം ഉണ്ട്. പക്ഷെ എല്ലാവരുടെയും മുഖത്ത് എന്തോ ഒരു വല്ലായികയുണ്ടെന്ന്. മുരുകേശൻ ഇറങ്ങിപ്പോയ വണ്ടിയിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഭരതൻ. ബാങ്കിൽ എന്തെങ്കിലും സാധാരണ ആവശ്യത്തിന് വന്നയാളെ ഇത്രയും ദൂരം വണ്ടി കൊണ്ടുവരേണ്ട കാര്യമല്ലല്ലോ. അതുകൊണ്ട് അവർ തയ്യാറായി തന്നെ ഇരിക്കുകയായിരുന്നു. ഇതൊന്നും അറിയാതെ കാരയാകട്ടെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് തോക്കെടുത്തുകൊണ്ട് വണ്ടി തുറന്ന് ഇറങ്ങാൻ തുടങ്ങിയതും പെട്ടെന്ന് അവിടേക്ക് വേറെ കുറെ പോലീസ് ജീപ്പ് വരുന്നു. ഈ ബാങ്കിലുണ്ടായിരുന്ന പോലീസുകാരും എല്ലാം തന്നെ ആ ജീപ്പിൽ കയറി എങ്ങോട്ടോ പോയി. അപ്പോഴാണ് ജനങ്ങൾ ഉൾപ്പെടെ എല്ലാവരും അറിയുന്നത് ഈ ബാങ്കിന്റെ മറ്റൊരു ബ്രാഞ്ചില് മോഷണം നടന്നിരിക്കുന്നു. പട്ടാപ്പകല് ഇതുപോലെ കുറച്ച് ആൾക്കാർ വന്ന് അവിടുത്തെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് നല്ലൊരു തുക അടിച്ചുകൊണ്ടുപോയിരിക്കുന്നു. കാരയും സംഘവും മോഷ്ടിക്കാൻ വന്ന ബ്രാഞ്ചിലല്ലേ ഈ മോഷണം നടന്നിരിക്കുന്നത്, മറ്റൊരു ബ്രാഞ്ചിലാണ്. അതും മറ്റേതോ സംഘം. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ കാരയും കൂട്ടരും ആ ജനങ്ങൾക്കിടയിൽ നിന്ന് ബാങ്കിലേക്ക് തന്നെ നോക്കിയായിരുന്നു. ആ സമയം ഭരതനൊക്കെ അവിടെ നിൽക്കുന്നത് കാര കാണുന്നുണ്ട്. തന്നെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കാര അവിടെ നിന്നും ബാക്കിലേക്ക് പോകുന്നു.
പോകുന്നു. എന്നാൽ ചെന്നപ്പെടുന്നതാകട്ടെ മുത്തുസെൽവന്റെ മുന്നിലും. മുത്തുസെൽവൻ കാരയോട് പറയുന്നുണ്ട്, ഈ മോഷണത്തിന് പിന്നില് എന്റെ ആൾക്കാരാണെന്ന്. നീ എന്റെ കൂടെ നിൽക്കാൻ സമ്മതിച്ചില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വേറെ ആൾക്കാരെ വെച്ച് മോഷ്ടിച്ചു. പക്ഷെ പഴി മുഴുവൻ നിന്റെയും കൂട്ടരുടെയും പേരിലായിരിക്കും വരുന്നത്. നിന്നെ പോലീസുകാർ പിടിക്കുന്നിടം വരെ ഇനിയും മോഷണങ്ങൾ നടക്കും. അതെല്ലാം നിന്റെ തലയിൽ വരികയും ചെയ്യും. കാരിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയായിരുന്നു. ഇനിയിപ്പോ ഈ ബാങ്കിന്റെ പല ബ്രാഞ്ചിൽ നിന്നും മോഷണം നടത്തുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. പോലീസുകാരുടെ ശ്രദ്ധ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അവർക്ക് പണം മോഷ്ടിക്കാൻ മറ്റൊരു വഴി മാത്രമേ കണ്ടുള്ളൂ. ഈ മുത്തുസെൽവൻ ഓൾറെഡി മോഷ്ടിച്ച കാശുണ്ടല്ലോ, അത് ആ മോഷ്ടാക്കളുടെ കയ്യിലുണ്ടാകും. മോഷ്ടാക്കളെ മുത്തുസെൽവന്റെ കയ്യിൽ അത് കൊടുക്കുന്നതിന് മുമ്പ് അവരുടെ കയ്യിൽ നിന്ന് അത് അടിച്ചു മാറ്റണം. അതിനു വേണ്ടിയിട്ട് മുത്തുസെൽവനെ ഇവർ ഫോളോ ചെയ്യുന്നു. അയാൾ ഒരു ലോഡ്ജിന്റെ അടുത്തേക്ക് പോകുന്ന കണ്ടതും ആ ലോഡ്ജിൽ പോയി കാരയും സംഘവും അന്വേഷിക്കുന്നുണ്ട്. മുത്തുസെൽവന് വേണ്ടിയിട്ട് പണം മോഷ്ടിച്ച ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ടെന്ന് കാരിക്കും സംഘത്തിനും മനസ്സിലായി. റമ്മി കളിക്കാനുള്ള രീതിയിൽ അവരുടെ കൂടെ കൂടി സൂത്രത്തിൽ അവർ വെച്ചിരിക്കുന്ന പണം തട്ടിയെടുക്കാൻ കാര ശ്രമിച്ചു. എന്നാൽ തന്നെ ഫോളോ ചെയ്ത് ഇവർ വന്ന കാര്യം മുത്തുസെൽവൻ മനസ്സിലാക്കുകയും തന്റെ ആൾക്കാരോട് ഇത് പറയുകയും ചെയ്തു. അതോടുകൂടി അവര് കാരയും സംഘത്തിനെ ആക്രമിക്കാൻ ആരംഭിച്ചു. കൂടെ ഉണ്ടായിരുന്ന മുരുകേശന് കുത്തേറ്റു. കാരയ്ക്ക് പണം കിട്ടിയതുമില്ല. മുരുകേശനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കാര പെട്ടെന്ന് അവനെയും കൊണ്ട് നേരെ പോകുന്നത് ഇവർ തോക്കുവാങ്ങിയ ആളുടെ അടുത്തേക്കാണ്. അയാൾ അവന്റെ മുറിവ് എങ്ങനെയൊക്കെയോ വെച്ചുകെട്ടി. വേറെ നിവൃത്തിയില്ലാതെ കാരയാകട്ടെ കാശിന് വേണ്ടിയിട്ട് മുത്തുസെൽവനെ തന്നെ വിളിക്കുന്നു. ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാൻ തയ്യാറാ, എനിക്ക് പണം കിട്ടിയെങ്കിലേ പറ്റൂ, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയാൻ. എന്നാൽ ഞാനായിട്ട് നിന്റെ അടുത്ത് വന്ന സമയത്ത് നീ എന്റെ ഓഫർ തട്ടിക്കളഞ്ഞതല്ലേ, ഇനി ഞാൻ നിന്റെ കൂടെ ഒരു ഡീലിനും ഇല്ലാന്ന് അയാൾ പറയുന്നു. ഇനിയും അച്ഛന്റെ ഡെഡ് ബോഡി ഹോസ്പിറ്റലിൽ നിന്നും എടുത്തില്ലെങ്കിൽ അവർ ഉറപ്പായിട്ടും അനാഥശവം എന്ന് പറഞ്ഞിട്ട് അത് കത്തിച്ചു കളയും. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ സങ്കടപ്പെട്ട് വീട്ടിലേക്ക് വന്ന കാരയോട് സെല്ലി ചോദിക്കുന്നുണ്ട്, നീ വീണ്ടും മോഷ്ടിക്കാൻ പോയോ എന്ന്. കാര തന്റെ അവസ്ഥയെപ്പറ്റി അവളോട് പറയുന്നു. എനിക്ക് വേറെ നിർവാഹമില്ല, കാശ് കിട്ടിയില്ലെങ്കിൽ അച്ഛനെ അടക്കം ചെയ്യാൻ ഒരു തരി ഭൂമി പോലും നമ്മളുടെ കയ്യിലുണ്ടാകില്ല. ഞാൻ പണം മോഷ്ടിക്കാനല്ല പോകുന്നത്, എന്റെ അച്ഛനെ ഉൾപ്പെടെ ഈ ഗ്രാമത്തിലെ ഒരുപാട് പേരെ പറ്റിച്ച ആ ബാങ്കിൽ നിന്നും അവരുടെ കാശ് തിരിച്ചെടുക്കാനാ പോകുന്നത്. എന്നാൽ അവനെന്തെങ്കിലും സംഭവിച്ചാൽ തന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് സെല്ലി അവനോട് ചോദിക്കുന്നത്. അവനല്ലാതെ അവൾക്കും മറ്റാരും ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ ഇവർ രണ്ടുപേരും സങ്കടപ്പെട്ടിരിക്കുന്നു കണ്ടിട്ട് അവനോട് അവന്റെ അമ്മ വന്നിട്ട് പറയുന്നുണ്ട്, അവൾ ഗർഭിണിയാണെന്നുള്ള കാര്യം എനിക്കറിയാമെന്ന്. സെല്ലി പ്രഗ്നന്റ് ആയിരുന്നു, അത് അവളായിട്ട് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവളുടെ അവസ്ഥ കണ്ടിട്ട് അവന്റെ അമ്മ അത് മനസ്സിലാക്കിയിരുന്നു. അവന്റെ അമ്മ അവനോട് പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ ആഗ്രഹിച്ച പോലെ ആ മണ്ണിൽ അദ്ദേഹത്തെ അടക്കം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, നിന്നെ അവസാനമായിട്ട് അദ്ദേഹത്തിനൊന്ന് കാണാൻ പറ്റിയല്ലോ എന്ന്. എന്നാൽ എല്ലാം കേട്ട് സങ്കടത്തോടു കൂടി കാര പറയുന്നുണ്ട്, താൻ ശരിക്കും ആ സ്ഥലം വിറ്റ് കുറച്ച് കാശ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന്. പക്ഷേ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് താൻ ഇനി സ്ഥലം തിരിച്ചെടുത്തിട്ടേ പോകുമെന്നാണ് അവൻ പറയുന്നത്. തന്റെ അച്ഛനെ പോലെ പറ്റിക്കപ്പെട്ട എല്ലാവർക്കും വേണ്ടിയിട്ട് പോരാടാൻ ഇറങ്ങുകയായിരുന്നു അവൻ. ആ ഗണ്ണുണ്ടാക്കുന്ന ആളുടെ അടുത്ത് നിന്നും അവിടെ സിനിമ ഷൂട്ടിംഗ് നടത്തുന്ന ആൾക്കാര് കുറച്ച് വാള് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ വാള് കൊണ്ടുകൊടുക്കാൻ പോയത് കാരയാണ്. അവിടെ ആൾക്കാർ സംസാരിക്കുന്നതിൽ നിന്നും കാരയ്ക്കും കൂട്ടർക്കും മനസ്സിലായി ഈ സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് കാശ് ഇവിടേക്ക് വരുന്നുണ്ടെന്ന്. ആ കാശ് കൊണ്ടുവരുന്ന വണ്ടി ആക്രമിച്ച് അതിൽ നിന്നും പണം എടുക്കാനായിരുന്നു കാരയും സംഘവും തീരുമാനിച്ചത്. അങ്ങനെ വഴിയിൽ പതുങ്ങിയിരുന്ന് അവർ ആ വണ്ടി ആക്രമിക്കുകയും അതിൽ നിന്ന് കുറച്ച് കാശ് എടുക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് ആ ബാങ്കിന്റെ ഓരോ ബ്രാഞ്ചിൽ നിന്നും മോഷണം നടന്നു എന്നുള്ള കോളുകളാണ് ഭരതന് കിട്ടിയത്. ഓരോ ബാങ്കിലായിട്ട് കാരയും കൂട്ടരും പോയി കുറേശ്ശെ കാശ് മോഷ്ടിക്കുകയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഭരതൻ ഓടി നടക്കുകയാണ്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ തന്റെ കൂടെ ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ട് മുത്തുസെൽവനെ അയാളെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ മുത്തുസെൽവൻ ആകെ ടെൻഷനിലായി. കാരണം മുത്തുസെൽവന്റെ ആൾക്കാരും ഇന്ന് ഇവരുടെ ഒരു ബ്രാഞ്ചിൽ നിന്നും മോഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. പല ബ്രാഞ്ചുകളിലും മോഷണം നടന്നു, അതെല്ലാം അടുത്തടുത്തുള്ള ബ്രാഞ്ചുകളാണ്. ഇനി അടുത്തതായിട്ട് കാർ എവിടേക്കാണ് പോകാൻ പോകുന്നതെന്ന് മാപ്പ് നോക്കി ഭരതൻ കണ്ടുപിടിക്കുന്നു. അവൻ ഉൾപ്പെടെ മോഷണം നടത്തിയ ബാങ്കിനടുത്തുള്ള അടുത്ത ബ്രാഞ്ചിലേക്കായിരിക്കും അവൻ പോകാൻ പോകുന്നത്. മുത്തുസെൽവനെയും കൂട്ടി ഭരതൻ അവിടേക്ക് പോകുന്നു. പക്ഷെ അവിടേക്ക് പോകേണ്ട കാര്യം എന്താ, അവൻ ഓൾറെഡി അവിടെ ആദ്യമൊന്നും മോഷണം നടത്തിയതല്ലേ എന്ന് പറയുന്നു. മോഷണം നടത്തിയ ബാങ്കിൽ ഇനിയും കാശുണ്ടാകില്ലേ, അവൻ എന്താ വരാൻ സാധ്യതയില്ലേ എന്ന് ഭരതൻ ചോദിക്കുന്നു. മുത്തുസെൽവൻ ആകെ ടെൻഷനിലായിരുന്നു. കാരണം ആ ബ്രാഞ്ചിലേക്കാണ് ഇന്ന് മുത്തുസെൽവന്റെ ആൾക്കാർ മോഷ്ടിക്കാൻ വരുന്നത്. മുത്തുസെൽവനും ഭരതനും ബാങ്കിലേക്ക് എത്തി. അവിടെ ഇതുവരെയും മോഷണം നടന്നിട്ടില്ല. എപ്പോ വേണമെങ്കിലും കാരയും കൂട്ടരും ഇവിടെ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു അവർ. എന്നാൽ ഭരതന്റെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് അവിടെ വന്നതാകട്ടെ മുത്തുസെൽവന്റെ ആൾക്കാരും. മുത്തുസെൽവൻ അവിടെ നിന്നത് കാരണം ആ ആൾക്കാർ വിചാരിച്ചു മുത്തുസെൽവന്റെ കൂടെ വന്ന പോലീസുകാരും ഇവരുടെ കൂടെയുള്ള ആളാണ്, മോഷണത്തിൽ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുകയാണെന്ന്. അതുകൊണ്ട് അറിയാതവരാകട്ടെ മുത്തുസെൽവനോട് പറയുകയും ചെയ്തു, സാറ് പറഞ്ഞ പ്രകാരം ഞങ്ങൾ വന്നിരിക്കുന്നത്, ഈ പോലീസുകാരന് നമ്മുടെ കൂടെ നിൽക്കില്ലേ എന്ന്. ഇതിന്റെ എല്ലാം പിന്നിലും മുത്തുസെൽവനാണെന്ന് ഭരതന് മനസ്സിലായി. ഭരതൻ പെട്ടെന്ന് ആ മോഷ്ടാക്കളെ ഷൂട്ട് ചെയ്യുന്നു. അതിലൊരാളാകട്ടെ ഭരതന്റെ കാല് പിടിച്ച് പറയുന്നുണ്ട്, തന്നെ ഷൂട്ട് ചെയ്യരുത്, എല്ലാം ഈ മുത്തുസെൽവൻ പറഞ്ഞിട്ടാ ഞങ്ങൾ ചെയ്തതെന്ന്. അതോടെ ഭരതനും കാര്യം മനസ്സിലായി. കാര്യം സംഘവും മോഷണം നടത്തുന്നതിന്റെ ഇടയിൽ തന്നെ ഈ ബാങ്കിന്റെ പല ബ്രാഞ്ചിലും മുത്തുസെൽവന്റെ ഈ മോഷ്ടാക്കളും മോഷണം നടത്തിയിട്ടുണ്ടെന്ന് താൻ പിടിക്കപ്പെടുമെന്ന് മനസ്സിലായത് മുത്തുസെൽവൻ അവിടെ നിന്നും ഇറങ്ങി ഓടുന്നു. ശ്രദ്ധിക്കാതെ അയാൾ റോഡിലേക്ക് ഓടിക്കയറിയതും അതുവഴി വന്ന ട്രാക്ടർ അയാളെ ഇടിക്കുന്നു. സീരിയസ് ഇഞ്ചുറീസ് ആയത് കാരണം അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആ സമയം കൊണ്ട് മോഷ്ടിച്ച പണത്തിൽ നിന്നും ബാക്കി അടയ്ക്കാനുള്ള ലോണിന്റെ തുക കൊണ്ടുപോയി അടയ്ക്കുകയും മെയിൻ ബ്രാഞ്ചിൽ നിന്ന് തന്റെ സ്ഥലത്തിന്റെ പേപ്പർ കാര സ്വന്തമാക്കുകയും ചെയ്തു. തന്റെ അച്ഛന്റെ ഡെഡ് ബോഡി തിരിച്ചെടുത്ത് ആ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി അവൻ അടക്കം ചെയ്തു. ആശുപത്രി കിടക്കയിൽ കിടന്ന മുത്തുസെൽവനാകട്ടെ താൻ ചെയ്ത തെറ്റെല്ലാം ഭരതനോട് തുറന്നു പറഞ്ഞു. തന്നെ പറ്റിച്ച മുത്തുസെൽവനെ അങ്ങനെ വെറുതെ വിടാൻ ഭരതൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്സിജന്റെ ലെവല് കൂട്ടിവെച്ച് മുത്തുസെൽവൻ
മുത്തുസെൽവനെ ഭരതൻ അങ്ങ് കൊല്ലുന്നു. തിരിച്ച് ബാങ്കിലേക്ക് എത്തിയപ്പോഴാകട്ടെ പാവപ്പെട്ടവരായിട്ടുള്ള അവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ കയ്യിൽ കാശുമായിട്ട് തങ്ങളുടെ ലോൺ തിരിച്ചടയ്ക്കാൻ വന്നിരിക്കുന്നു. മോഷ്ടിച്ച കാശ് മുഴുവൻ ഇവർക്കെല്ലാം പങ്കുവെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നായകനായ കാര. അവരുടെ കയ്യിലിരുന്ന പണം കണ്ടപ്പോൾ തന്നെ ഭരതന് മനസ്സിലായി ഇതെല്ലാം മോഷ്ടിച്ച കാശാണെന്ന്. എന്നാൽ ആ ആൾക്കാർ പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ഈ ബാങ്കുകാർ ഞങ്ങളെ പറ്റിച്ച കാശ് തന്നെയതെന്ന്. അവരോരോരുത്തരും ആ പണം അവിടെ അടയ്ക്കുകയും അവരുടെ എല്ലാം പേപ്പറുകൾ തിരിച്ചെടുക്കുകയും ചെയ്തു. അച്ഛന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു കാര. ആ സമയം ഭരതൻ അവന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് കടം തിരിച്ചടയ്ക്കാനുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ മോഷ്ടിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ പോലീസുകാരെ നോക്കി നിൽക്കണമെന്ന്. ഭരതൻ അവനെ അടിക്കുന്നുണ്ട്. എന്നാൽ അവനാകട്ടെ ഭരതന്റെ കയ്യിൽ നിന്നും തോക്ക് തട്ടിപ്പറിച്ചെടുത്ത് അയാളുടെ നെറ്റിയിലേക്ക് വെക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും EMI ഉണ്ടോ എന്ന് ചോദിക്കുന്നു. തനിക്ക് കാർ എടുത്തതിന്റെ ലോൺ ഉണ്ടെന്ന് അയാൾ പറയുന്നുണ്ട്. 3 മാസം ശമ്പളം വന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ തിരിച്ചടയ്ക്കും? 3 മാസം എന്നുള്ളത് 3 വർഷമായി കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചടയ്ക്കും? കഷ്ടപ്പെടേണ്ടി വരുമെന്ന് ഭരതൻ പറയുന്നു. ഇവിടുത്തെ ജനങ്ങളെ ആ ബാങ്കുകാർ പറ്റിച്ചതാണ്. ലോൺ എടുക്കുന്ന സമയത്ത് പലിശ അടച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നും എത്ര രൂപ പലിശ അടയ്ക്കണമെന്നൊന്നും തന്നെ പറഞ്ഞില്ല. വിദ്യാഭ്യാസം ഇല്ലാത്തത് കാരണം അവരെയൊക്കെ ഈ ബാങ്കുകാർ പറ്റിച്ചു. ഇതൊന്നും അറിയാതെ ആ പാവങ്ങൾ ലോൺ എടുത്തു. അവസാനം ബാങ്കുകാരുടെ ചതിയിൽ അവരുടെ എല്ലാ സ്ഥലങ്ങളും നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ളപ്പോൾ അവരുടെ സ്ഥലം തിരിച്ചെടുത്ത് കൊടുക്കാൻ തന്നെ എനിക്ക് തോന്നിയത്. എന്തൊക്കെയാണെങ്കിലും ആ ജനങ്ങൾക്ക് വേണ്ടി അവൻ ചെയ്തത് നല്ല കാര്യം തന്നെയാണെന്ന് ഭരതൻ അറിയാം. പക്ഷെ ഇവനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തനിക്കൊരു പ്രശസ്തി ലഭിക്കുമല്ലോ എന്ന് ഭരതൻ ചിന്തിക്കുന്നു. അതുകൊണ്ട് അവന്റെ കയ്യിലേക്ക് വിലങ്ങ് വെക്കാൻ തുടങ്ങുകയായിരുന്നു ഭരതൻ. എന്നാൽ അടുത്ത നിമിഷം അയാൾ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കുന്നു. ഈ ജനങ്ങളുടെ എല്ലാം മനസ്സിൽ ഇപ്പോൾ കാര ഹീറോയാണ്. അവർക്കെല്ലാം അവൻ നല്ല കാര്യം തന്നെ ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ളവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പത്രത്തില് ഭരതന്റെ ഫോട്ടോയ്ക്ക് പകരം ഇവന്റെ ഫോട്ടോയായിരിക്കും വലിയ രീതിയിൽ കൊടുക്കാൻ പോകുന്നത്. പേരും പ്രശസ്തിയൊക്കെ ഇവന്റെ പിറകെയായിരിക്കും പോകുന്നത്. പക്ഷെ അതേസമയം ഈ ജനങ്ങളെല്ലാം പറ്റിക്കുകയും ബാങ്കിൽ നിന്ന് പണം മോഷ്ടിക്കാൻ പ്ലാൻ ഇടുകയും മോഷ്ടാക്കളെ ഉപയോഗിച്ച് പല ബ്രാഞ്ചിൽ നിന്ന് മോഷണം നടത്തുകയും ചെയ്ത മുത്തുസെൽവനെ പ്രതിയാക്കുകയാണെങ്കിൽ ജനങ്ങളെല്ലാം അയാളെ വെറുക്കും. ഹീറോ ആയിട്ട് തന്നെയായിരിക്കും കാണുന്നത്. പേരും പ്രശസ്തിയൊക്കെ തനിക്ക് കിട്ടും. അതുകൊണ്ട് ഭരതൻ പറയുന്നുണ്ട് തൽക്കാലം എന്റെ ഫോട്ടോ പത്രത്തിൽ വരണമെങ്കിൽ ഇവിടുത്തെ പ്രതി മുത്തുസെൽവനാകുന്നതാ നല്ലതെന്ന്. അയാൾ കാരെ വെറുതെ വിടുന്നു. ഇനി മേലാൽ ഇങ്ങനെ മോഷണത്തിന് പോകരുതെന്ന് പറയുന്നു. താൻ ഈ നാട്ടിൽ തന്നെ ഉണ്ടാകുമെന്നും ഇവിടെ എന്തെങ്കിലും കച്ചവടം നടത്തിയോ കൃഷി ഇറക്കിയോ താൻ ഇവിടെ തന്നെ ജീവിക്കുമെന്നും കാര അയാളോട് പറയുന്നു. തന്നെ വെറുതെ വിട്ടതിൽ ഭരതനോട് കാര നന്ദി പറയുന്നുണ്ട്. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്കാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.